ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു IT ജോബ് ഫെയറിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. ഈ ഒരു ജോബ് ഫെയറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വേക്കൻസീസ് തന്നെയാണ്. ഏകദേശം 100-ലധികം കമ്പനീസ് ഈ ഒരു ജോബ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1000-ഓളം ഒഴിവുകൾ, 1000+ ഒഴിവുകൾ നമുക്ക് ഈ ഒരു ജോബ് ഫെയറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. റീബൂട്ട് 2023 ഒരുപാട് കാൻഡിഡേറ്റ്സ്, ഏകദേശം ഒരു 20,000+ കാൻഡിഡേറ്റ്സ് പങ്കെടുത്ത ഒരു ജോബ് ഫെയർ ആയിരുന്നു. ഒരുപാട് കുട്ടികൾക്ക്, ഒരുപാട് കാൻഡിഡേറ്റ്സിന് ഈ ഒരു ജോബ് ഫെയറിലൂടെ ജോലി നേടാനും സാധിച്ചു. ഇതിലെ മെയിൻ ആയിട്ട് വരുന്ന കമ്പനീസ് എവിടെയുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്ക്, അതായത് ഉരലുങ്കൽ സൈബർ പാർക്ക്, ഗവൺമെന്റ് സൈബർ പാർക്ക്, അതേപോലെ കിൻഫ്ര ബിസിനസ് പാർക്ക്, ഹൈലൈറ്റ് ബിസിനസ് പാർക്ക്, അതേപോലെ കോഴിക്കോട് മലബാർ മേഖലയിലുള്ള IT കമ്പനീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്, ഒരു ജോബ് ഫെയർ ആണ് ഇതിലൂടെ വരുന്നത്. അത്യാവശ്യം നല്ല വേക്കൻസീസ് ഈ ഒരു ജോബ് ഫെയറിൽ വരുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്നതല്ല, ഇവരുടെ ഈ വെബ്സൈറ്റ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ജോബ് ഫെയർ 2024, റീബൂട്ട് 2024 മെയിൻ ആയിട്ട് IT കാൻഡിഡേറ്റ്സിനാണ്. IT മേഖലയിൽ ജോബ് ആഗ്രഹിക്കുന്ന ഫ്രഷേഴ്സിനും അതേപോലെ IT മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു അവസരമാണിത്. ഏകദേശം 100+ കമ്പനീസ്, 20,000+ പാർട്ടിസിപ്പൻസ്, 1000+ ജോബ് ഓപ്പണിങ്സ് ഈ ഒരു റീബൂട്ട് 2024 അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യിൽ എന്തൊക്കെയാണ് കരുതേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു ഏകദേശം 100+ കമ്പനീസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിലേക്ക് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം എൻ്റർ ചെയ്യുക. വെബ്സൈറ്റിന്റെ ലിങ്ക്, ഈ ഒരു വെബ്സൈറ്റിൽ എത്താനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറി ഒരു വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. അതിൽ രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ് എന്ന ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വൺസ് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു വെബ് പേജിലാണ് നിങ്ങൾ എത്തുക. അവിടെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ഫുൾ നെയിം, മൊബൈൽ നമ്പർ, ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ആഗ്രഹിക്കുന്നത്, ഈ ഇമെയിലൊക്കെ കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽ കൊടുക്കുക. കാരണം അപ്ഡേറ്റ്സ് ഒക്കെ ഇമെയിലും SMS ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് വരിക. എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എക്സ്പീരിയൻസ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമിൽ കറക്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പറും കറക്റ്റ് ഇമെയിൽ ഐഡിയും വേണം. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ മേഖലയിലായിട്ട് വേക്കൻസീസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വെബ് ടെക്നോളജീസിൽ തന്നെ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ടൈപ്പ് സ്ക്രിപ്റ്റ്, അതേപോലെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന്റെ വേക്കൻസി, ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിന്റെ വേക്കൻസി, PHP-യിൽ, അതേപോലെ ഫ്ലട്ടറിൽ ഒരുപാട് വേക്കൻസീസ്, അങ്ങനെ വിവിധ മേഖലയിലായിട്ട് IT മേഖലയിൽ തന്നെ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. IT മേഖലയല്ലാത്ത സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതേപോലെ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ non-IT മേഖലയിലും വേക്കൻസീസ് വരുന്നുണ്ട്. ബ്ലോക്ക് ചെയിനിലൊക്കെ വേക്കൻസി വരുന്നുണ്ട്. UI/UX ഡിസൈനിൽ വേക്കൻസി വരുന്നുണ്ട്. നോൺ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ പ്രോജക്ട് മാനേജ്മെന്റിലുണ്ട്, അജൈൽ മെത്തഡോളജീസിലുണ്ട്, സ്ക്രം, ടെക്നിക്കൽ റൈറ്റിംഗ്, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ ഫിനാൻസ്, അക്കൗണ്ടിങ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതുപോലെ ക്വാളിറ്റി അഷുറൻസിൽ നോക്കുകയാണെങ്കിൽ ടെസ്റ്റിംഗ്, ഓട്ടോമേഷൻ, അങ്ങനെ വിവിധ മേഖലയിലായിട്ട് ഒട്ടനവധി വേക്കൻസീസ് ഈ ഒരു ജോബ് ഫെയറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിങ്ങളുടെ റെലവെന്റ് എക്സ്പീരിയൻസ് ഏതിലാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ആഗ്രഹിക്കുന്നത്, അത് നോക്കി നിങ്ങൾക്ക് ഇതിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. ഒരുപാട് വേക്കൻസീസ് ആയി, പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. കാരണം നിങ്ങൾക്ക് IT മേഖലയിൽ തന്നെ, അതായത് കറക്റ്റ് ആ ഒരു കമ്പനിയിൽ തന്നെ, ഒരു IT മേഖലയിലുള്ള കമ്പനിയിൽ തന്നെ ജോലി നേടാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഇതുപോലുള്ള സൈബർ പാർക്ക് പോലുള്ള കമ്പനീസിൽ, ആ ഒരു സൈബർ പാർക്കിന് കീഴിലുള്ള കമ്പനീസിലൊക്കെ ജോലി നേടാൻ നിങ്ങൾക്ക് ഇതിലൂടെ വളരെ സിമ്പിളായി സാധിക്കുന്നതാണ്. ഈ ഒരു റീബൂട്ട് 2024 ഈ ഒരു ജോബ് ഫെയർ നടക്കുന്ന തീയതി 17th August 2024 കാലിക്കറ്റ് ട്രേഡ് സെന്റർ കോഴിക്കോട് വെച്ചാണ് ഇതിന്റെ ഒരു വെന്യൂ വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇമെയിലും SMS ത്രൂ, മോസ്റ്റ് പ്രോബ്ലി ഇമെയിൽ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് വരിക. സോ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക.
സോ നല്ലൊരു അവസരമാണ്. ഇൻട്രസ്റ്റഡ് ആയ കാൻഡിഡേറ്റ്സ് മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള IT മേഖലയിൽ അല്ലെങ്കിൽ സൈബർ പാർക്ക് പോലുള്ള IT പാർക്സിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവായി അവരിലേക്ക് കൂടി ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്